നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ മാസവും പൗർണമി ദിവസത്തിൽ നടത്തുന്ന ഐശ്വര്യപൂജയിൽ പങ്കുകൊള്ളാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ 2024 ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നിവയുൾപ്പെടെ 4 വലിയ ഗ്രഹങ്ങൾ അവയുടെ രാശി മാറ്റാൻ പോവുകയാണ്. ഈ 2024 ഫെബ്രുവരി മാസം 1-ാം തീയതി ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ മകരം രാശിയിലേക്ക് നീങ്ങും. അതിനുശേഷം ഫെബ്രുവരി 8-ന് ബുധൻ മകരം രാശിയിൽ അസ്തമിക്കും. ഫെബ്രുവരി 5-ന് മകരം രാശിയിൽ ചൊവ്വ സംക്രമിക്കും. ശനിദേവൻ ഫെബ്രുവരി 11-ന് കുംഭം രാശിയിൽ അസ്തമിക്കും. സമ്പത്ത് നൽകുന്ന ശുക്രൻ ഫെബ്രുവരി 12-ന് മകരം രാശിയിൽ പ്രവേശിക്കും. ഫെബ്രുവരി 14-ന് സൂര്യദേവൻ കുംഭം രാശിയിൽ പ്രവേശിക്കും. അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ, ശുക്രൻ, ചൊവ്വ, ബുധൻ എന്നീ ഗ്രഹങ്ങൾ മകരം രാശിയിൽ ഒന്നിക്കും. അതുമൂലം ബുധാദിത്യ രാജയോഗവും ആദിത്യമംഗളയോഗവും രൂപപ്പെടും. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഇത് ശുഭകരവും അശുഭകരവുമായ ഫലങ്ങളുണ്ടാക്കും. ഈ ഫെബ്രുവരി മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ ധാരാളം ഭാഗ്യം സമ്മാനിക്കുന്ന 6 രാശിക്കാരുണ്ട്. ഈ രാശിക്കാർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും. ഈ സമയത്ത് സൂര്യനെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരെയുള്ള മേടക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ജോലിയിലും ബിസിനസ്സിലും നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ രാശിയിലെ 10-ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം, ആദിത്യമംഗളയോഗം എന്നിവ ഫലപ്രദമാവാൻ പോവുകയാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടവർക്ക് ഇതിൻ്റെ ഗുണം ധാരാളമായി ലഭിക്കും. രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. സമൂഹത്തിലും നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. ആളുകൾക്കിടയിൽ നിങ്ങളുടെ ജനപ്രീതി വർദ്ധിക്കും. കരിയർപരമായും നിങ്ങൾക്ക് ഈ സമയം ഉയർച്ച ലഭിക്കും. സാമ്പത്തിക നേട്ടത്തിനുള്ള ധാരാളം അവസരങ്ങൾ തേടിയെത്തും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആഗ്രഹിച്ച വാഹനം തന്നെ വാങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. നിങ്ങൾ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കും. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. മനക്ലേശമുണ്ടാവാൻ സാധ്യതയുണ്ട്. കമിതാക്കളുടെ വിവാഹം നിശ്ചയിക്കും. കൂടാതെ നിങ്ങൾക്ക് ചില ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരെയുള്ള ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസം വളരെയധികം അനുകൂലമായിരിക്കും. വിദേശ വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും നിങ്ങൾക്ക് വിജയം നേടാനുള്ള അവസരമുണ്ട്. വിദേശത്തേക്ക് പഠിക്കാൻ പോകണമെന്ന മോഹം സഫലമാകും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മുമ്പത്തേക്കാൾ ശക്തമാകും. ആത്മീയ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം വളരും. നിങ്ങളുടെ വീട്ടിൽ ചില മംഗളകരമായ ജോലികൾ ചെയ്യാനാവും. നിങ്ങളുടെ പിതാവ് വഴിയോ ബന്ധുക്കൾ മുഖേനയോ ഈ മാസം നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ലഭിക്കും. നിങ്ങളുടെ സാമ്പത്തിക പുരോഗതിക്ക് ഈ മാസം വളരെ ഫലപ്രദമായിരിക്കും. ഈശ്വരാധീനമുള്ള കാലമായതിനാൽ ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കും. നിങ്ങൾ ഒരു ബന്ധുവുമായി കലഹിക്കാനിടയാകും. ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുക. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. നിങ്ങൾക്ക് അവിചാരിതമായി ധനലാഭമുണ്ടാവും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും. കൂടാതെ ഈ സമയത്ത് കടം കൊടുത്ത പണം തിരിച്ചു കിട്ടും. പുണർദം അവസാനകാൽ ഭാഗം, പൂയം, ആയില്യം വരെയുള്ള കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കാരണം സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. നിങ്ങൾക്ക് ഏതൊരു സർക്കാർ മേഖലയിലും നേട്ടങ്ങളും വിജയവും ലഭിക്കും. ഈ മാസം നടത്തുന്ന നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് വിജയം നൽകും. ഈ കാലയളവിൽ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ വിജയിക്കും. ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് പൂർണ്ണമായ ബഹുമാനം ലഭിക്കും. സാമ്പത്തികമായി നിങ്ങൾ അല്പം നല്ല സ്ഥിതിയിലായിരിക്കും. പല വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നേക്കാം. ബന്ധുക്കളെ സന്ദർശിക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കും. വിദേശത്തു നിന്നും സന്തോഷകരമായ വാർത്തകൾ എത്തിച്ചേരും. നിങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും. പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് കലാരംഗത്തും ശോഭിക്കാൻ അവസരം ലഭിക്കും.
ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെയുള്ള കന്നിക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ സന്താനങ്ങളിൽ നിന്നും സന്തോഷം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സംഘടിപ്പിക്കാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മത്സരങ്ങളിൽ വിജയം കൈവരിക്കാനാകും. പ്രണയബന്ധങ്ങളിൽ ഉത്സാഹവും ആവേശവും ഉണ്ടാവും. ബന്ധങ്ങൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവും. തൊഴിൽ, ബിസിനസ് എന്നിവയിൽ വർധനവും ലാഭവും ഉണ്ടാവും. തൊഴിൽ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കും. ജോലിയിലെ തടസ്സങ്ങളെല്ലാം ഉടൻ തന്നെ നീങ്ങും. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നിരാശ വിട്ടകലും. നിങ്ങളുടെ കഠിനാധ്വാനം ഈ സമയത്ത് ഗുണഫലം നൽകും. ഔദ്യോഗിക ജീവിതത്തിൽ പുരോഗതിക്കുള്ള സുവർണാവസരങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. നേരത്തെ തീരുമാനിച്ചു വച്ചിരുന്ന യാത്രകൾ മാറ്റിവെക്കേണ്ടി വരും. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനാകും. നിങ്ങൾ ഈ സമയത്ത് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെയുള്ള തുലാക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസം വളരെയധികം ഫലപ്രദമായിരിക്കും. ഗ്രഹനിലകളുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തികപരമായി ഈ സമയം പ്രയോജനകരമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ മാസം നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ 4-ാം ഭാവത്തിലായിരിക്കുകയും മകരം രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. ശുക്രന്റെ സ്വാധീനം മൂലം നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ശക്തമായിരിക്കും. നിങ്ങളുടെ സമ്പാദ്യവും ഈ മാസം വർദ്ധിക്കും. ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും. സുഹൃത്തുക്കളുടെ സഹായത്താൽ ജോലിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ബന്ധങ്ങളിൽ സ്നേഹവും പ്രണയവും വർദ്ധിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ നന്നായി പരിശ്രമിക്കും. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. നിങ്ങൾ പുതിയ ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കും. നിങ്ങളുടെ വരുമാനം ക്രമാതീതമായി വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സുഹൃത്തുക്കളെ കൊണ്ട് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ മുടങ്ങിയ പഠനം പുനരാരംഭിക്കും. കൂടാതെ ഈ സമയത്ത് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങളെല്ലാം പരിഹരിക്കാൻ സാധിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെയുള്ള മകരക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ, ബുധൻ, ചൊവ്വ എന്നിവയുടെ സംക്രമണം തൊഴിൽ പുരോഗതിക്കും ധനലാഭത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കും. ഈ മാസം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം ശക്തമാകും. ഈ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി നേടാനാകും. സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള ആഗ്രഹം സഫലമാകും. സർക്കാർ ജീവനക്കാർക്ക് ആഗ്രഹിച്ച സ്ഥലം മാറ്റം ലഭിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ബിസിനസ്സുകാർ പ്രവർത്തന രംഗം വിപുലമാക്കും. നിങ്ങളുടെ മനസ്സിന് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കും. അതുപോലെ സൈനികർക്കും പുതിയ ചുമതലകൾ ലഭിക്കും. നിങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ പുരോഗതി നേടും. മാധ്യമപ്രവർത്തകർക്ക് അവരുടെ മേഖലയിൽ ശോഭിക്കാൻ കഴിയും. നിങ്ങൾ ഒരുപാട് കാലമായി കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകും. നിങ്ങൾക്ക് ധനസമ്പാദനത്തിനുള്ള പുതിയ വഴികൾ തുറന്നു കിട്ടും. കൂടാതെ ഈ സമയത്ത് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.